ഒരു ജേർണലിസ്റ്റ് എൻ്റെ സ്ഥാപനത്തിനെതിരെ എനിക്കെതിരെ ഒരു 14,000 പേരുള്ള ഒരു FB പോസ്റ്റിൽ എന്നെ വളരെ മോശമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ സൈബർ സെല്ലിൽ എനിക്ക് ഇപ്പം പറയുമ്പം തെറ്റാണോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ നീതിപീഠം പോലും നമ്മുടെ കൂടെ നിൽക്കാത്ത സിറ്റുവേഷനാണ് എനിക്ക് അനുഭവം ഉണ്ടായത്. കാരണം ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. അവിടെ നിന്ന് എനിക്ക് ഒരു രീതിയിലുള്ള അവരെല്ലാവരും എന്നോട് പറഞ്ഞത് ഇയാളൊരു ജേർണലിസ്റ്റാണ്, ഇയാൾ പബ്ലിക് അറിയുന്ന ആളാണ്, ഇയാൾക്കെതിരെ പ്രതികരിച്ചാൽ നാളെ നിങ്ങളുടെ അവസ്ഥ മോശമായിരിക്കും. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ അവിടെ നിന്നുള്ള ഫീഡ്ബാക്ക്. ഇതിനെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. നോക്കൂ, ഈ ജേർണലിസ്റ്റുകൾ എന്നുള്ള പേരിൽ പലപ്പോഴും ഫേക്ക് ന്യൂസുകളും കള്ളം കൊടുത്തുന്ന ഇതിനെ ഫൈറ്റ് ചെയ്ത എത്ര കേസുകൾ നമുക്കറിയാം. ഈ പറയുന്ന തെറ്റായ കാര്യങ്ങൾക്ക് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണ്. ഫൈറ്റ് ചെയ്തിട്ടാണ് അമ്പിളി ഇന്ന് പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരാളെ പറയാവോ സൈബർ അറ്റാക്ക് ഇല്ലാത്ത ഒരു വ്യക്തി, ഒരാൾ? ആരും തന്നെ ഇല്ല. നമുക്ക് നമ്മളുടെ ഒരു ശരിയുണ്ട്. ഇത് ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഇത് എത്ര പേർക്ക് പ്രയോജനപ്പെടും, എത്ര പേർക്ക് ഗുണപരമാകുമെന്ന് നമ്മളെ മാറ്റി നിർത്തി ആലോചിച്ച് അത് പറയുമ്പോഴാണ് ഒരു സിറ്റിസൺ, ഒരു പൗരന് തന്നെ ആ ധർമ്മം കൈവരിക്കുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ പകച്ചു പോകുന്നില്ല, എൻ്റെ പൊതുവെ ഉള്ള രീതി പ്രതികരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ചിന്തിക്കുന്ന എൻ്റെ ഫാമിലിയെക്കുറിച്ച്. അതിന് ദോഷം വരുന്നൊന്നും ഞാൻ ചെയ്യില്ല. അതെൻ്റെ കുറവാണെങ്കിൽ സോറി മാം, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായി. എൻ്റെ ഫാമിലി എനിക്ക് ഇമ്പോർട്ടൻ്റാണ്. അയ്യോ, എന്തൊക്കെയായി പറയുന്നത്. അതൊരു കുറവാണെന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഫാമിലിയെ കുറിച്ച് ആലോചിക്കുന്നതിനെ കുറിച്ചും ഒന്നുമല്ല. ഫാമിലിയുടെ മുമ്പിലും എല്ലാം നമ്മൾ ഉയരത്തിൽ നിന്ന് ഭയന്ന് പോവുകയല്ല, നമ്മൾ അവരെ പ്രൗഡാക്കുന്ന ഒരാളല്ലേ മാറേണ്ടത്. പറയണമെന്നില്ല, ഞാൻ ചോദിച്ചൊക്കെ പിൻവലിച്ചു, പറയണമെന്നില്ല. പക്ഷെ സ്വയം ആലോചിക്കണം. ഈ കണ്ണുനീരിൻ്റെയും ഈ സങ്കടത്തിൻ്റെയും ഈ മറവുകൾക്ക് മുമ്പിൽ നിന്ന് നേടുന്നത് യഥാർത്ഥത്തിൽ മാന്യതയാണോ? ധൈര്യം, നിർഭയത്വം, അതാണ് നമുക്ക് ഭക്തിയിലൂടെയാണെങ്കിലും എന്തിലൂടെയാണെങ്കിലും നമ്മൾ നേടിയെടുക്കുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്താ അറിയാമോ? നിർഭയത്വം. ഒരിക്കലും തല കുനിച്ചു കൊടുത്തിട്ടല്ല. അതിന് വരുന്ന തുമ്മി അത്തറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.